മുരളി മാസ്റ്റർ അനുസ്മരണം വയക്കര സ്കൂളിൽ സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. കലാസാഹിത്യ രംഗങ്ങളിലെ ശ്രദ്ധേയ വ്യക്തിത്വവും വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വാധ്യാപകനുമായിരുന്ന മുരളി മാസ്റ്റർ അനുസ്മരണം വയക്കര സ്കൂളിൽ സംഘടിപ്പിച്ചു. വി ശിവദാസൻ എം പി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പോകാൻ കഴിയണം. ഇവിടെ നേരത്തെ സംസാരിക്കുമ്പോൾ സതീഷ് പറയണ്ടായി, അച്ഛനും അമ്മയും ചേർന്ന് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ അത് അരനൂറ്റാണ്ടിന് മുകളിൽ നിൽക്കുന്ന കാലമാണെന്ന് പറയണ്ടായി. നോക്കൂ, പൊതുവിദ്യാലയത്തിന്റെ ഭാഗമായി ജീവിച്ച് ആ പൊതുവിദ്യാലയത്തെ ഹൃദയത്തിലേക്ക്, ആ പൊതുവിദ്യാലയത്തിന്റെ താൻ നിർണ്ണയിക്കപ്പെട്ട രാഷ്ട്രീയത്തെ പൊതുസമൂഹത്തിനായി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിൽ മുരളി മാഷെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും മഹനീയമെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ കാലത്ത് പൊതുവിദ്യാഭ്യാസത്തെ ശാക്തീകരിക്കുന്ന, പൊതുവിദ്യാലയത്തെ ശാക്തീകരിക്കുന്ന പ്രവർത്തനമാണ് ഈ കാലത്തെ ഏറ്റവും സുപ്രധാന പ്രവർത്തനം എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ഇവിടെ ചില അഭ്യർത്ഥനകൾ എം പി എന്ന നിലയിൽ എന്നോട് സംസാരിക്കുകയുണ്ടായി, എന്നോട് പറയുകയുണ്ടായി. അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുന്ന കാര്യം, ഇവിടെ MLA മധുസൂദനാണ്. മധുവേട്ടൻ എന്നുള്ളത് പൊതുവിദ്യാലയങ്ങളുടെ പ്രാധാന്യം പറഞ്ഞ് ഏറ്റവും നന്നായി ഇടപെടുന്ന ആളുകളിൽ ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നല്ല ഇടപെടലുള്ള ഒരു പ്രദേശം. ഞാൻ വരുന്ന പ്രദേശമാവട്ടെ, ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇരിക്കൂറും പേരാവൂർ ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ പ്രാധാന്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. MP എന്ന നിലയിൽ ഫണ്ട് വിഭജിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൂടിയില്ല എന്നുകൊണ്ടാണ്. MLA ഫണ്ട് 5 കോടിയാണെങ്കിൽ 6 കോടിയാണെങ്കിൽ MP ഫണ്ട് 5 കോടി രൂപ മാത്രമാണ്. ആഘോഷ കമ്മിറ്റി കൺവീനർ AK റെജീന സ്വാഗതം പറഞ്ഞു. ഏറ്റെടുക്കുമ്പോൾ പോലും ഞാൻ എന്ന വ്യക്തി മുൻപിലേക്ക് വഴികാട്ടികൾക്ക് ക്ഷാമം നേരിടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരാളാണ് നമ്മുടെ മുരളി മാസ്റ്റർ. ഏറെക്കാലം ഇവിടെ അധ്യാപകനായിരുന്ന, നിരവധി സാംസ്കാരിക മേഖലകളിൽ തന്റെ കഴിവ് തെളിയിച്ച എന്ന് മാത്രമല്ല, അത് തന്റെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള പാഠം തെളിയിച്ച അദ്ദേഹത്തെ പോലുള്ളവരാൾ. വയക്കരയുടെ മണ്ണിൽ അദ്ദേഹത്തിന്റെ പാദപദങ്ങൾ പതിഞ്ഞ മണ്ണാണ് വയക്കരയെന്ന് വിചാരിക്കുവാൻ, തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനം ഓരോ പാടിയോട്ട് ചാലുകാരനും കുറഞ്ഞതൊന്നുമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുരളി മാസ്റ്റർ അനുസ്മരണം ഇവിടെ നടത്തുന്നുവെന്ന് പറഞ്ഞപ്പോൾ പല വ്യക്തികളും അവരുടെ സന്തോഷവും സ്നേഹവും എന്നോട് വ്യക്തിപരമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. മുരളി മാസ്റ്റർ എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. സിനിമാ സംവിധായകൻ മനോജ് ഖാന, നടന്മാരായ മഞ്ജുളൻ, ശ്രീകുമാർ, സുനിൽ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ശേഷം മുരളിയേട്ടൻ വിളിക്കുന്നത്. എനിക്ക് 2-3 മുരളിയേട്ടന്മാരുടെ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ വളരെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് വയക്കരയിലെ മുരളിയേട്ടൻ എന്ന് അറിയപ്പെടുന്ന, പാടുപെട്ടിച്ചാൽ മുരളിയേട്ടൻ എന്നറിയപ്പെടുന്ന, വൈഷത്ത് മുരളിയേട്ടൻ എന്നറിയപ്പെടുന്ന, നാടകക്കാരൻ മുരളിയേട്ടൻ എന്നറിയപ്പെടുന്ന, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, വർണ്ണങ്ങൾ മാത്രം നിറയുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു മനുഷ്യൻ. മുരളിയേട്ടനെ കുറിച്ചുള്ള നമുക്കുള്ള ഒരുപാട് ഓർമ്മകളിൽ മുഴങ്ങി നിൽക്കുന്നതും തിളങ്ങി നിൽക്കുന്നതും കലോത്സവത്തിലെ സംഘടനകളും കലോത്സവത്തിലെ മാർഗങ്ങളിലും ഒക്കെ ഈ 3 മേഖലകളിലുള്ള പുസ്തകങ്ങളാണ് ഇതിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന് ദൈവനാടകം. ശാസ്ത്രീയ പരിഷത്ത് അവരുടെ പ്രചാരണ പരിപാടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നാടകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാടകത്തിൻ്റെ വേഷം അത് കോറാമ്പുലിയുടെ മുരളിയേട്ടൻ ഇല്ല എന്നതുകൊണ്ട് മാത്രം ആ നാടകം എക്കാലത്തേക്കുമായി നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. സംഗീത സെക്രട്ടറി, പിന്നെ സ്കൗട്ട്, അതിനൊരു അതോറിറ്റി ആയിരുന്നു മാഷ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്വർണ്ണ കലോത്സവം, പിന്നീട് കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം, പാരൽ കോളേജ് കലോത്സവം, ഇതിനെയൊക്കെ മുഖ്യ സംഘാടകനായിട്ട്
അതിൻ്റെ ജൂറിയായിട്ടും ഒക്കെ മാർഷായിട്ട് എല്ലാ ഇലക്ഷൻ എപ്പോഴും പയ്യന്നൂരിൽ വെച്ച് മാർഷ് ഒരു ഈ ഇലക്ഷൻ്റെ പാർട്ട് മാർഷ് തന്നെ തയ്യാറാക്കി അതിൻ്റെ കാസറ്റ് പ്രകാശനം ചെയ്യുന്ന ചടങ്ങ് നടത്താറുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും വ്യാപരിച്ച ഒരു സർഗാത്മക വ്യക്തിത്വമായിരുന്നു മുരളി മാഷ്. മുരളി മാഷിന്റെ പ്രത്യേകത മാഷ് പ്രേമസ് എന്ന പോലെ അദ്ദേഹം പറഞ്ഞ മാഷ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും വളരെ ചമഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു മാഷ്. ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. ജീവിതം നയിച്ചിട്ടുള്ള വളരെ സവിശേഷതയുള്ള ഒരു വ്യക്തിത്വമാണ് ഞങ്ങളൊക്കെ കുട്ടികളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഈ വയറ്റിൽ വരുമ്പോൾ എപ്പോഴും സ്വീകരിക്കുന്നതിനും ഞങ്ങളെ ചേർത്ത് പഠിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ആകർഷകമായിരുന്നു മുരളി മാഷ്. അദ്ദേഹത്തിൻ്റെ ഇവിടെ ഇപ്പോൾ പുസ്തകങ്ങളുടെ പരമ്പര ഏരിയമാർക്കുന്ന പ്രകാശിക്കുന്നുണ്ട്. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി എഴുതി നാടക ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി എഴുതി. യഥാർത്ഥത്തിൽ സാരോപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ. എഴുത്തുകാരൻ ജിനേഷ് കുമാർ എരമം അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ MLA TV രാജേഷ്, ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ PN മനോജ് കുമാർ, KK സുരേഷ് കുമാർ, TK ശങ്കരൻ, VK രവീന്ദ്രൻ, K രാഘവൻ, KKV സുധീർ ബാബു, ഹെഡ്മിസ്റ്റേഴ്സ് TV പ്രീത, M സുനീഷ് എന്നിവർ പ്രസംഗിച്ചു. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ.